കളമശ്ശേരി മെഡിക്കൽ കോളേജ്, NIA, ലോജിസ്റ്റിക്സ് പാർക്ക്, ഇവിടെ നിന്നൊക്കെ വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അപ്പൊ നിങ്ങൾ ചോദിക്കും ബസ് റൂട്ടോന്ന്. ബസ് റൂട്ട് തൊട്ടടുത്താണ്. ഇവിടുന്ന് 2 ചുവട് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ നടന്നാൽ നമുക്ക് ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോകുന്ന ബസ് റൂട്ടായി. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പരിചയപ്പെടാം. ബസ് റൂട്ടിന് വളരെ അടുത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടി 3 കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ വെൽ വാട്ടർ, KW വാട്ടർ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക്, NIA, ലോജിസ്റ്റിക്സ് പാർക്ക് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് വെറും 2.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി കുസാറ്റ് നോക്കുവാണെങ്കിൽ വെറും 5 കിലോമീറ്റർ. നിങ്ങൾക്ക് മെട്രോ സൗകര്യം വേണമെങ്കിൽ ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്കും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും 5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇനിയിപ്പോ ഇൻഫോ പാർക്കിലേക്ക് പോകേണ്ട എളുപ്പമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ബസ് റൂട്ടിന് വളരെ അടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിനെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ ഫ്രണ്ടിലൂടെ വൈഡായിട്ടുള്ള റോഡ് തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്കിനി ഇവിടെ എല്ലാം തന്നെ ഇന്റർലോക്കിംഗ് ടൈല് വിരിക്കാനുള്ളതാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. സിമ്പിളായ ഡിസൈനിലാണ് മതിൽ വരുന്നത്. മതിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ കുറച്ച് പേർക്കും കൂടെ പെയിന്റിംഗ് കൊണ്ട് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന് വൈറ്റ് കളർ പെയിന്റ് ആണ് വരുന്നത്. പില്ലറുകളൊക്കെ നോക്കിയാൽ നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷനിലും ഭംഗിയായിട്ടുള്ള എലിവേഷൻ ആണ് വീടിന് വരുന്നത്. ഭംഗിയുള്ള പെയിന്റിങ്സും എല്ലാം കൊടുത്തിട്ടാണ് എലിവേഷൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. സൈഡിൽ നിന്നും നമുക്ക് സ്ട്രെയിറ്റ് നോക്കിയാലൊക്കെ എലിവേഷൻ വളരെ ഭംഗിയായിട്ടാണ്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും സിലിണ്ടറിക്കൽ ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വീടിന്റെ അകത്തും പുറത്തും ഒക്കെ നല്ല സ്പേസ് ആണ്. ഗേറ്റ് തുറന്ന് നിങ്ങൾ നേരെ അകത്തേക്ക് കടന്നു വരുമ്പോൾ ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നമ്മൾ വരുന്നത് കാർ പോർച്ചിലേക്കാണ്. നിങ്ങളുടെ ഒന്നാമത്തെ കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2ഉം 3ഉം കാറുകൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് തന്നെ പോയി നോക്കാം. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഏരിയ വളരെ സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ KW വാട്ടറിന്റെ മീറ്റർ കാണാം. സോ നമുക്ക് ഇവിടെ KW വാട്ടർ അവൈലബിൾ ആണ്. അതുകൂടാതെ വെൽ വാട്ടറും കൂടെ ഇവിടെ ലഭ്യമാണ്. വീടിന്റെ റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. എൻഡ് പോർഷനിലായിട്ട് നിങ്ങൾക്കൊരു അലക്കുകല്ല് കൂടി കിട്ടുന്നുണ്ട്. KW വാട്ടർ വന്ന് സ്റ്റോർ ആവാനായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാങ്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ ആയിട്ട് നമ്മുടെ വർക്ക് ഏരിയ ആണ് വരുന്നത്. കാർ പോർച്ചിന്റെ ഭാഗത്തൂടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അവിടെയായിട്ട് നിങ്ങൾക്ക് കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഇതിനകത്തായിട്ട് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോറാണ് കാണാൻ പറ്റുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഈ കാണുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. 4 ചെയറുകൾ വരെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. വുഡ് ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ മെയിൻ ഡോറും പോർഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീക്ക് വുഡ്, തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ ആഞ്ഞിലിയിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡോറാണ്. 2 പീസിലാണ് വരുന്നത്. നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. 12.5 അടി നീളവും 9 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. ഇവിടെയാണ് TV യൂണിറ്റ് ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫ് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഫ്ലോർ ടൈലുകൾ ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഭംഗിയുള്ള ലെങ്തി ആയിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സും സ്വിച്ചസ്, കേബിളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു വുഡൻ ടൈപ്പ് വരുന്ന ഒരു ടൈല് തന്നെയാണ്. ആക്ച്വലി ടൈല് തന്നെയാണെങ്കിലും വുഡൻ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഭംഗിയുള്ള ഒരു ലൈറ്റ് ഫിറ്റിംഗ് വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കിയാലും ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് വേറെ വിൻഡോ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 12-9 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്താണ് ഇൻവെർട്ടറിന്റെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. കോർണർ പോർഷൻ കർവായിട്ട് ചെയ്തിട്ട് അവിടെ ലൈറ്റ് ഫിറ്റിംഗ്സും ഗ്രാസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിൽ ചെറിയ കാണുന്ന ഈ ഒരു സ്പേസ് മാത്രമല്ല, കണ്ടിന്യൂ ചെയ്ത് വളരെ വലിയൊരു സ്പേഷ്യസ് ആയ ഏരിയ ആണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, അവിടെ തുടങ്ങി നമുക്ക് ഈ ഒരു ഭാഗം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷനുകൾ നമുക്ക് ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പോൾ റൂഫ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളും ഒക്കെ വരുന്നത്. നമുക്കിനി ഇവിടുത്തെ വാഷ് ഏരിയ ആണ് കാണേണ്ടത്. ഈ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് എത്ര വലിയ സോഫ സെറ്റീസോ റിക്ലൈനേഴ്സോ ഒക്കെ ഇടണമെങ്കിലും ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്.
ഇവിടെയായിട്ടാണ് വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ട് സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ചുറ്റിനും നോക്കിയാലും ഭംഗിയായിട്ടാണ് വുഡൻ ബോക്സ് ഒക്കെ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിൽ വെച്ചിട്ട് താഴെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ വരുന്നതിൽ ആദ്യത്തെ ബെഡ്റൂം ആണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഡിസൈനുകളൊക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് സെറയുടെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഫ്ലോർ ടൈൽ ഒക്കെ നോക്കിയാൽ നല്ല ഡിസൈനോട് കൂടിയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഒരു ബെഡ്റൂം അവിടെയാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത്. നിങ്ങൾ സ്ട്രേറ്റ് വരുമ്പോൾ കാണുന്ന വോളിൽ 2 വിൻഡോസും എയർ ഹോളും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഭാഗത്താണ്. അവിടെയും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് സിമ്പിൾ ആയ ഡിസൈനിലും ലൈറ്റ് ഫിറ്റിംഗ്സിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്. നമ്മളത് എടുത്ത് തന്നെ പറയേണ്ടതാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഓപ്പൺ കിച്ചൺ മോഡലിലാണ് വരുന്നത്. ഭംഗിയായിട്ടാണ് എൻട്രൻസ് വരുന്നത്. എൻട്രൻസിന്റെ പോർഷനിൽ തന്നെ നിങ്ങൾക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ക്രോക്കറി ഷെൽഫ് കാണാം. ഭംഗിയായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഏറ്റവും മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഫ്രണ്ട് പോർഷനിലും ഭംഗിയായിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഇവിടെ നമുക്ക് ഒത്തിരി വിൻഡോസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ധാരാളം വിൻഡോസ് ആണ്. മുകളിലുള്ള ആ ഒരു വാർഡ്രോബ് ക്യാബിനറ്റ്സ് നോക്കിക്കോളൂ. അതിന്റെ ഏറ്റവും ടോപ്പിലും വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ താഴെ നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പിന്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് വിൻഡോസ് ആണ് കിട്ടുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ ഓപ്പൺ കിച്ചണിന്റെ ഈ ഒരു കൗണ്ടറിന്റെ താഴെ നോക്കിയാലും ഇവിടെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് അവിടെ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. വലിയൊരു കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കണമെങ്കിൽ താഴെ വെക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ അതിനുള്ള ഒരു പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഏരിയ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്ന ഏരിയ ഉള്ള വീടുകൾ നിങ്ങൾ കാണാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്ക് നോർമലി ഒരു ചെറിയ സ്പേസ് ഒക്കെ കിട്ടും. പക്ഷെ ഇത്രയും വലിയ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്നത്. അതിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഹാങ് ലൈറ്റ് കൂടാതെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇതിൽ സ്ട്രിപ്പുകളും കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിൽ നമുക്ക് ടി വി വെക്കാനായിട്ട് ഈ ഒരു വോളിലാണ് ഇലക്ട്രിക്കൽ കണക്ഷൻസും പവർ പോയിന്റും സ്വിച്ചസും കേബിൾ പോയിന്റും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള ഡോർ നമ്മളുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 സ്റ്റെപ്പ് ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ആദ്യം കാണുന്ന പോർഷൻ കവേർഡ് ആയിട്ടും ഓപ്പൺ സ്പേസ് സൺലൈറ്റ് ഒക്കെ വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. കവർ ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്കൊരു പില്ലർ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഭംഗിയായിട്ടാണ് ഇവിടെ ഹാൻഡ് ടൈൽസ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്സിലൊക്കെ തന്നെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന റൂം വന്നിട്ട് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. താഴെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. അതുകൂടാതെ മുകളിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് സേഫ് ആയ റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനുള്ള പോയിന്റ്സ് ഇവിടെ വരുന്നുണ്ട്. 2 ഭാഗത്ത് വിൻഡോസ് ഉണ്ട്, ഫുഡ് ലാംപ്സ് ഉണ്ട്. റൂഫിലും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ്. അതിനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. നമുക്കിനി മുകളിലാണ് 2 ബെഡ്റൂമുകൾ കാണേണ്ടത്. ഈ ഒരു ബെഡ്റൂം സൈസ് 14-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിലും നോക്കിയാൽ നിങ്ങൾക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഡിസൈനുകളൊക്കെ ഭംഗിയായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും വാർഡ്രോബ്സും കൂടെ ഭംഗിയായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തുള്ള ടൈലുകൾ ഇവിടെയും ആ കോമൺ പാറ്റേൺ തന്നെയാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്രൗൺ കോമ്പിനേഷനിലൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്.
നമുക്കിനി ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ബെഡ്റൂമിലേക്കൊക്കെ പോകുന്ന വഴികളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ സ്പേഷ്യസ് ആയ ഏരിയ ആണ് കിട്ടുന്നത്. നാലാമത്തെ ബെഡ്റൂം ആണെങ്കിൽ 14-10 ഫീറ്റ് ആണ് സൈസ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 വിൻഡോസും കിട്ടുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾസ് വരുന്നുണ്ട്. ഡിസൈനുകളെല്ലാം കോമൺ ആണ് റൂഫിൽ വരുന്നത്. സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂമും വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ടൈൽ വരുന്നത്. 4 ബാത്റൂമുകളും എടുത്തു പറയേണ്ടതാണ്. വളരെ സ്പേഷ്യസ് ആണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വഴി ആലുവയ്ക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, NIA, കിൻഫ്ര ലോജിസ്റ്റിക്സ് പാർക്ക്, ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും വെറും 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള വീടുകൾ വരാൻ നിങ്ങൾക്കറിയാം, ഇങ്ങനെയുള്ള വീടുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വന്നാൽ തന്നെ പെട്ടെന്ന് സെയിൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്പറുകളിലേക്ക് വിളിക്കുക. 5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. 3 കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. വെൽ വാട്ടർ ആൻഡ് KW കണക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വീടിന് ഓർഡർ ചോദിക്കുന്നത് 1,29,00,000 രൂപയാണ്. 1.29 CR എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങിത്തരുന്നതാണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാം. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, സ്ക്രീനിലുള്ള നമ്പറുകളിലേക്ക് പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.